ഹായ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. കോഴിയിറച്ചി രുചിയോടെ പാചകം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കോഴിയിറച്ചി റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രുചി കിട്ടാനായിട്ട്, അതുപോലെ തന്നെ നിറം കിട്ടാനായിട്ട് അരമണിക്കൂർ നേരം അല്പം നാരങ്ങ നീര് പുരട്ടി വെച്ച ശേഷം റോസ്റ്റ് ചെയ്താൽ മതി. റോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ കറി വയ്ക്കുമ്പോഴാണെങ്കിലും നാരങ്ങയുടെ നീര് പുരട്ടി വെച്ച ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ ഇറച്ചി കഷ്ണങ്ങൾ നല്ല സോഫ്റ്റായി കിട്ടും. കോഴിയിറച്ചി രുചികരമായി പാകം ചെയ്യുന്നതിന് ഉപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇറച്ചി കഷ്ണങ്ങൾ വെന്ത ശേഷം ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ അടപ്പത്ത് വെക്കുമ്പോൾ അല്പം ഉപ്പ് മാത്രം ചേർത്ത് അടപ്പത്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇറച്ചിക്ക് നല്ല മാർദ്ദവും ഉണ്ടായിരിക്കും, രുചിയും കൂടും. ഒരിക്കലും രുചി കൂട്ടാനായി അജിനോമോട്ടോ പോലുള്ളവ ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ദോഷമാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല ഇങ്ങനെയുള്ള എല്ലാത്തരം പൊടികളും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കറികൾ വളരെയേറെ ടേസ്റ്റിയായി കിട്ടും. പലപ്പോഴും കറികൾക്ക് രുചിയില്ലാത്തതിൻ്റെ കാരണം നമുക്ക് പൊടികൾ കിട്ടുന്നതെല്ലാം മായമാണ്. അതുകൊണ്ട് രുചികളിലും അതുപോലെ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ മുളക്, മല്ലി ഇതൊക്കെ ഒന്ന് വറുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റുള്ള കറിയായി കിട്ടും. ആ ഇറച്ചി മസാലപ്പൊടിയുടെ ആ പച്ചപ്പും അതൊക്കെ മാറി ഒന്ന് വറുത്ത ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും കറി. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം. ബൈ.